ഹലോ ഓൾ, നോളജ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു SPSS എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. SPSS സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. നമ്മുടെ ഡിഗ്രി കാലഘട്ടങ്ങളിൽ, നമ്മുടെ PG കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ. ഡെസർട്ടേഷൻ്റെ സമയങ്ങളിൽ, പ്രൊജക്റ്റിൻ്റെ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഏരിയയെ കുറിച്ചിട്ട് എവിടെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ഉടനീളം ഉദ്ദേശിക്കുന്നത് കേവലം SPSSൻ്റെ അനാലിസിസ് പാർട്ട് മാത്രം ചെയ്യുക എന്നുള്ളതല്ല. അതിനപ്പുറത്ത് എങ്ങനെയാണ് ഗൂഗിൾ ഫോമിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തത് മുതൽ അതിനെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗൂഗിൾ ഫോമിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് എക്സൽ ഷീറ്റിലോട്ട് എത്തിക്കുന്നത്, എക്സൽ ഷീറ്റിലോട്ട് എത്തിച്ച ഡാറ്റയെ എങ്ങനെയാണ് സ്കോർ കൺവേർട്ട് ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് സ്കോർ കൺവേർഷൻ സംഭവിക്കുന്നത്, അതിനുശേഷം അതിനെങ്ങനെയാണ് നമ്മൾ SPSSലോട്ട് ഇട്ടിട്ട് അവിടെ അനാലിസിസുകൾ ചെയ്യുന്നത്, അവിടെ കോറിലേഷൻസുകൾ ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് അനോവ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ പിന്നീട് അതിനെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, വേർഡ് ഫോർമാറ്റിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി പറയുന്നുണ്ട്, എന്നുകൂടി കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മളൊരു 3 ഏരിയാസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. എക്സൽ ഷീറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്, അതിനുശേഷം അനാലിസിസ് പാർട്ടിന് വേണ്ടിയിട്ട് SPSSലൂടെ കടന്നു പോകുന്നുണ്ട്, അതിനുശേഷം അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡിലും കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നോളജ് അക്കാഡമിയുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു SPSS എന്ന് പറയുന്ന കോഴ്സിലോട്ട് സ്വാഗതം.